യു.ഡി.എഫിനും ബി.ജെ.പിക്കും മുന്നേറ്റമുണ്ടാക്കാൻ കഴിയില്ല എന്നതത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമായ ഇടതുപക്ഷ മുദ്രാവാക്യങ്ങളുടെ പ്രയോഗം എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് അതിൻ്റെ സംഘടനാ ചുമതല. ആ നിലയിൽ ബഹുജനങ്ങളെ എൽ.ഡി.എഫിന് അനുകൂലമായി നല്ല നിലയിൽ അണിനിരത്താനും സംഘടനാ രംഗത്ത് അതാത് സന്ദർഭങ്ങളിൽ നമ്മൾ രൂപകൽപ്പന ചെയ്ത പരിപാടികൾ, ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ, ആശയസമരങ്ങൾ ഇവയൊക്കെ ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് പ്രാഥമികമായ പരിശോധനയിൽ താഴെത്തട്ടിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പാലക്കാട് മണ്ഡലം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. അതിൽ സംശയിക്കേണ്ട യാതൊരു വിഷയവും വരുന്നില്ല. അതിൽ എല്ലാ നിലയിലും നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഭേദപ്പെട്ട ജനപിന്തുണയോടുകൂടി തന്നെ പാലക്കാട് തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ, അത് ചൂടും അങ്ങനെയുള്ള പല കാരണങ്ങൾ പറയുന്നുണ്ട്, അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയോ? ഈ വോട്ടിംഗ് ശതമാനം എന്ന് പറഞ്ഞാൽ അതൊരു ആപേക്ഷികത ഉണ്ടായില്ല. അത് ചിലപ്പോൾ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ ആളുകൾ സ്ഥലത്തില്ലാതെ ആവുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ യങ് ജനറേഷൻ കുറേയൊക്കെ ഈ പുറത്ത് വിദ്യാഭ്യാസത്തിന് പോകുന്നതിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആപേക്ഷികതയിൽ നിന്നാണ് ഈ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കാര്യം വരുന്നത്. പൊതുവേ നല്ലൊരു വോട്ടിംഗ് ശതമാനമാണ്, അത്ര മോശമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഭേദപ്പെട്ടൊരു വോട്ടിംഗാണ്. +70 എന്ന് പറഞ്ഞാൽ ഏത് വോട്ടിംഗ് സമ്പ്രദായത്തിലും ഒരു മികച്ച വോട്ടിംഗാണ്. ഇപ്പോൾ ഒരു 74% അടുത്ത് വരുന്നത് നല്ലൊരു വോട്ടിംഗ് തന്നെയാണ്. കേരളത്തിൽ 70-ലൊക്കെ താഴേക്ക് പോകുമ്പോഴാണ് അത്ര തന്നെ ആവുന്നില്ല എന്നുള്ളത്. നമ്മൾ സാധാരണ കേരളം എപ്പോഴും 70%-ൻ്റെ 80%-ൻ്റെ ഇടയിലുള്ള ഒരു പട്ടികയിലാണ് വരാറുള്ളത്. ഇത്തവണ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് കുറഞ്ഞതിൻ്റെ അതിൻ്റെ ആനുകൂല്യം കൊണ്ട് മാത്രമായിട്ടൊന്നും തിരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല. തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിൻ്റെ സംഘടനാപരവും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമാണ്. ആ നിലയിൽ തന്നെയാണ് ഞങ്ങളതിനെ പരിശോധിച്ചിട്ട് കാണുന്നത്. നല്ല ഒരു സംഘടനാ പ്രവർത്തനം നടന്നതിൻ്റെയും ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ഇടതുപക്ഷം മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾക്കൊപ്പവും അവർ അണിനിരത്താൻ സാധിച്ചതിൻ്റെയും കൂടി ഒരു ഏറ്റവും നല്ല ഗുണഫലം പാലക്കാട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ലഭ്യമാകും. നല്ല ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇവിടെ ഉണ്ടാകും.